ആർമിയിലും സിവിൽ ലൈഫിലും പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അതിലൊന്നാണ് കോളിംഗ് ഓൺ എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഇപ്പം സിവിലിലൊക്കെ നമ്മൾ ആരുടെങ്കിലും വീട്ടിൽ പോവുകയാണെങ്കിൽ വൈകുന്നേരം അങ്ങോട്ട് കയറി ചെല്ലും, ഒരു 5:30 ആകുമ്പോൾ, ഒരു 6 മണിയാകുമ്പോൾ, അല്ലെങ്കിൽ പകലൊക്കെ കയറി ചെല്ലും. പക്ഷേ ആർമിയിലൊക്കെ ഒരു സീനിയർ ഓഫീസറിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 7:45 കോളിംഗ് ഓൺ ടൈം. അപ്പോൾ ഒരു 7:45 ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്നാക്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഒരു 8:45 9 മണിയാകുമ്പോൾ ഡിന്നർ ടൈം ആകുമ്പോൾ അവരിറങ്ങും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ പലരും കോളിംഗ് ഓൺ പറഞ്ഞിട്ട് വരുമ്പോൾ തന്നെ 8:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വരും. പക്ഷെ അധികം ഭയങ്കര നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ സ്റ്റേ ചെയ്യും, ഡിന്നർ കഴിച്ചിട്ടൊക്കെ പോകുള്ളൂ. പക്ഷെ എൻ്റെ മൂപ്പരുണ്ടല്ലോ, മൂപ്പരൊരു പരിപാടി എന്താ അറിയോ, 8:30 ഇവരും കൂടെ ഇറങ്ങാൻ പോകുമ്പോൾ ഒരു ഡയലോഗ് ഉണ്ട്. എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ല, ഒരു ഡയലോഗ്, നെയ് സർ ബേട്ടോ ബേട്ടോ ഖാന കാക്കെ ജാത്തേന്ന്. അതായത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയണ കേട്ടാൽ തോന്നുന്നു മൂപ്പരാണ് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ പോണേന്ന്. ഞാനാണെങ്കിൽ ഇവിടെ അന്നത്തെ ദിവസം വല്ല ദോശമാവട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. ചിലവരാണെങ്കിലും അത് കേൾക്കേണ്ട താമസം അവിടെ കൂടി ഇരിക്കും. പിന്നെ ഇപ്പം എന്താ, നമ്മൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഡ്രിങ്ക്സും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവർ പോകുമ്പോൾ ഒരു 11:30 മണിയെ കഴിഞ്ഞിട്ടാവും. പിറ്റേ ദിവസം സ്കൂളുണ്ട് പിള്ളേർക്ക്, അത് വേറെ ബുദ്ധിമുട്ട്. അതൊക്കെ പോട്ടെ, ഇനി എന്തെങ്കിലും അവരുടെ വീട്ടിൽ കോളിംഗ് ഓണിന് പോയാലോ, അവർ ഊണ് വെച്ചിട്ട് പോവാന്നൊക്കെ പറയട്ടോ, അതല്ലേ മര്യാദ. അപ്പം എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടും. എന്താ വെച്ചാൽ അന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തല്ലേ, അപ്പം ഇന്ന് ഇവരുടെ അവിടെ കഴിച്ചിട്ട് പോവാന്ന്. അപ്പം നമ്മുടെ ഹീറോന്റെ ഡയലോഗ് അപ്പോഴത്തെ കേൾക്കണ്ടേ, നെയ് സർ കോയി ജറൂരത്ത് നെയ്യേ ഘർ മേ ഖാന ബനാ ഹുവാ ഹൈ. അതായത് വീട്ടിൽ ഭക്ഷണം ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഞങ്ങളെയും കൊണ്ടവിടുന്ന് പോരും. നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കും, എനിക്ക് എങ്ങനെ കലി വരാണ്ടിരിക്കുക. മിക്കവാറും വല്ല റിമോട്ട് പ്ലേസസിലുള്ള ക്യാൻറ്റൊക്കെ ആണെങ്കിൽ ഒരു ഹോട്ടൽ പോലും ഉണ്ടാവില്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ രാത്രി 10 മണിക്ക് ഡിന്നറൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ. അതുകൊണ്ട് കാറ് കയറി വീടെത്തണ വരെ ഞാൻ എൻ്റെ മര്യാദരാമനായ ഭർത്താവിന് വയറ് നിറയെ കൊടുക്കും. അതുകൊണ്ട് മൂപ്പർക്ക് പിന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒന്ന്